അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണമെന്ന് കഴിഞ്ഞ എൻ്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞു. അതുകൊണ്ടത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനെ സംബന്ധിച്ചാണ് ഒരു അല്പകാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹൃത്തായിരുന്ന അദ്ദേഹം പണ്ടേ പ്രവാചകൻ്റെ നുബുവത്തിന് മുമ്പേ, അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന് അടുത്തറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ എത്രമാത്രം സത്യസന്ധനും നല്ല മനുഷ്യനുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത അടുത്തറിയുന്ന വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യനോടും ഞാൻ പറയുന്ന സമയത്ത്, ഈ ആദർശം പറയുന്ന സമയത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള ഈ ഇസ്ലാമിലെ യഥാർത്ഥ തൗഹീദ്, യഥാർത്ഥ ഈ ആദർശം പറയുന്ന സമയത്ത് ഏതൊരാളും ഒന്ന് മടിച്ചു നിൽക്കുകയോ ഒന്ന് ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അബൂബക്കർ അതൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞ ഉടനെ അദ്ദേഹം വിശ്വസിക്കുകയായിരുന്നു. അതുപോലെ ഇസ്രാ മിറാജുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഇസ്രാ മിറാജുമായി ബന്ധപ്പെട്ടുള്ള സംഭവം, അവിടെ അപ്പോൾ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഒറ്റ രാത്രി കൊണ്ട് ഇവിടുന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെ പോകുകയും അവിടുന്ന് ആകാശയാത്ര നടത്തുകയൊക്കെ ചെയ്ത സന്ദർഭം. അപ്പോൾ കളിയായിക്കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. കുറച്ചാളുകൾ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒറ്റ ഇവിടെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടെ പോയി വന്നു ഒരു രാത്രി കൊണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. എങ്കിലത് സത്യമാണ്. അതിനേക്കാൾ വലുത് ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നു. അതായത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹി നൽകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതാണ് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അത് അങ്ങനെയാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന നാമം അദ്ദേഹത്തിനുണ്ടായത്. സഹീഹ് ബുഖാരിയിൽ വന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂബക്കറിനോടുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കിക്കൊണ്ട് നമുക്കിത് മനസ്സിലാക്കാം. അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉറ്റ സുഹൃത്തായി അഥവാ ഖലീലായി സ്വീകരിക്കുമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ. തീർച്ചയായും ഞാൻ അബൂബക്കറിനെ സ്വീകരിക്കുമായിരുന്നു. എന്നാൽ നിങ്ങളുടെ ഈ കൂട്ടുകാരൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഉറ്റ സുഹൃത്താണ് എന്ന് സഹീഹ് ബുഖാരിൽ മുസ്ലിമിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാം. അഥവാ അതേപോലെ ഒരു സഹാബി വന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ആരാണ് റസൂലേ അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അപ്പോൾ അബൂബക്കർ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞു ആയിഷ. വീണ്ടും ചോദിച്ചു. അതാണ് ഓരോ സഹാബികളും വിചാരിക്കുന്ന പ്രവാചകൻ എന്നെയാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ പെരുമാറ്റവും സ്വഭാവവും ഇടപെടലും ഒക്കെ. അപ്പോൾ ഇവിടെ ആയിഷ എന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത് ചോദിച്ചു, പ്രവാചകരെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, മറിച്ച് പുരുഷന്മാരിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം ചോദിക്കുമ്പോൾ അബൂക്ക, അവരുടെ പിതാവിനെയാണെന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ നിരവധി തവണ പ്രവാചകൻ്റെ ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അബൂബക്കർ വ ഉമർ എന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. നിരവധി സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഒരു കിണറ്റിൻ്റെ അരികിലിരുന്ന സന്ദർഭം, അവിടെ ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. അപ്പോൾ മറ്റു സഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് സ്വർഗ്ഗമുണ്ടെന്നും, ഒരാളിപ്പോൾ വരും അദ്ദേഹത്തിന് സ്വർഗ്ഗമുണ്ടെന്നും നിങ്ങൾ പറയുക, ഇവിടേക്ക് സ്വാഗതം ചെയ്യുക എന്നൊക്കെ പറയുന്ന ആ ഭാഗം നമുക്ക് ആ ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതാദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്നു, പിന്നെ അലി റളിയല്ലാഹു അൻഹു വരുന്നു. ഒരാളുകൾ കിണറിൻ്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ചരിത്രത്തിലെ മനോഹരമായ സംഭവം. അതൊക്കെ ഇവിടെ എല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായും, അതേപോലെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം നിരവധി അദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു, സമ്പന്നനായിരുന്നു. നിരവധി സമ്പാദ്യം അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രവാചകൻ തന്നെ ഒരിക്കൽ പരസ്യമായി പറഞ്ഞു, അതായത് സഹാബികളുടെ കടയിൽ വെച്ച് പറഞ്ഞു, അബൂബക്കർ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്ത് ഉപകരിച്ചിട്ടില്ല. അങ്ങനെ പ്രവാചകൻ പറയുക. അത് കണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനും എൻ്റെ സമ്പത്തും അങ്ങേക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി. അതുപോലെ സ്വർഗ്ഗത്തിൽ നിന്ന് എല്ലാ കവാടങ്ങളിൽ നിന്നും വിളിക്കപ്പെടുന്ന ഒരു സഹാബി കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളിലൂടെയും അദ്ദേഹത്തെ വിളിക്കപ്പെടും. അത്രയും ശ്രേഷ്ഠത ഓരോ കാര്യത്തിലും നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മത്സരിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരവസരത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്ത് പ്രവാചകൻ ദാനം നൽകണമെന്ന് പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടി. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം 400 അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹം ഭരണ നേട്ടവും അതേപോലെ പ്രവാചകൻ്റെ കൂടെയായിരുന്നു കൂടുതൽ കാലം. പിന്നെ കുറച്ച് കാലം ഭരിക്കും, 2.5 വർഷത്തോളം ഭരിക്കുമ്പോഴേക്കും ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് വലിയ ഹദീസുകളുടെ ആവശ്യം
അത്രമാത്രം ഉണ്ടായിരുന്നില്ല. അതുപോലെ അദ്ദേഹം ഭരണത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഹദീസുകൾ കുറഞ്ഞു പോയത്. ചില ആളുകൾ പറയാറുണ്ട് അദ്ദേഹം ഹദീസുകൾ കുറച്ചല്ലേ റിപ്പോർട്ട് ചെയ്തുള്ളൂ, സഹീഹ് ബുഖാരി മുസ്ലിമിൽ വേറെ എണ്ണാവുന്ന ഹദീസുകൾ മാത്രമല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തുള്ളൂ എന്ന്. ഒരാൾ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തോ അല്ല കുറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്തോ എന്ന് നോക്കിയല്ല അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠത സ്വർഗ്ഗത്തിലാണെന്നും. അതുപോലെ അദ്ദേഹം ഒരുപാട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാരണമായി ഒരുപാട് ആളുകൾ ആദ്യകാലം സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ മഹാഭൂരിഭാഗം സഹാബികളും കടന്നു വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ എത്ര അടിമകളെയാണ് അദ്ദേഹം മോചിപ്പിച്ചത്. ഇത് കണ്ടിട്ട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അബൂ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് തന്നെ അബൂ ഖുഹാഫ പറയുകയുണ്ടായി, നീ കുറച്ച് ശക്തന്മാരെയാണ് മോചിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടുമല്ലോ. കാരണം ഈ സാധാരണ ദുർബലരായ ഇപ്പോൾ ബിലാൽ റളിയല്ലാഹുവിനെ പോലെ അതുപോലെ ദുർബലരായ സ്ത്രീകളെ, വയസ്സായവരെ, അങ്ങനെയൊക്കെ ഉള്ള ആളുകളെയാണ് ആര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ സമ്പത്ത് കൊടുത്തിട്ട് അടിമമോചനം നടത്തുന്നത്, അടിമയെ മോചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പല കിഫാറത്തായിട്ടും പാപത്തിന് പ്രായച്ചിത്തമായിട്ടും എന്തുണ്ടാകലുണ്ട്. ഇത് അടിമമോചനം അടിമമോചനമുണ്ട്. അപ്പോൾ ഇവിടെ എന്നിട്ടാകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് പിതാവിനോട്, ഞാൻ അതിനെ ഈ ദുനിയാവിൽ എനിക്ക് ശക്തി കിട്ടാനോ എൻ്റെ യുദ്ധം ചെയ്യുമ്പോൾ എൻ്റെ ശത്രുക്കളോട് എന്നെ നേരിടാനോ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ അടിമകളെ മോചിപ്പിക്കുന്നത്, പക്ഷേ പടച്ചോൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അടിമകളെ മോചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഈ ഒരു സംഭവത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും മത്സരിക്കാറുണ്ട് നന്മയുടെ കാര്യത്തിൽ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടിപ്പോയി പകുതി സമ്പത്ത് എടുത്തോളന്ന് പ്രവാചകൻ്റെ മുന്നിൽ വെച്ചു. അപ്പോൾ പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് സമ്പത്തൊക്കെ വെച്ചു. എൻ്റെ അമ്മ അബൂബക്കർ ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുണ്ട് ഉമറെ ബാക്കി? അവൻ പകുതി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് പ്രവാചകനെ. ഇതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുണ്ട് അബൂബക്കറെ ബാക്കി, നിൻ്റെ കയ്യിൽ ബാക്കി എന്തുണ്ട്? അപ്പോൾ പറഞ്ഞു, അല്ലാഹു റസൂലും, അള്ളാഹും അവൻ്റെ റസൂലും മാത്രമാണ് എനിക്ക് ബാക്കി. അതായത് എല്ലാ സമ്പത്തും അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും ഇതിന് വേണ്ടി അദ്ദേഹം കൊടുത്തിരിക്കാൻ പ്രവാചകൻ. സുബ്ഹാനല്ലാഹ്. ഒരു റിപ്പോർട്ടിൽ പ്രവാചകനോട് സഹാബികൾ ചോദിക്കുന്നുണ്ട്, താങ്കളുടെ ശേഷം എന്താണ് പ്രവാചകൻ നമ്മുടെ അവസ്ഥ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ശേഷം അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ പിന്തുടരുക എന്ന് പറയുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമസ്കാരത്തിന് നേതൃത്വം നൽകി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർത്തിയൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ നിരവധി വഖത്തുകളിൽ, ഒരു വഖത്ത് 2 വഖത്തല്ല, നിരവധി വഖത്തുകളിൽ അഥവാ 2-3 ദിവസത്തോളം ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പനിച്ച് കിടക്കുന്ന ആ സന്ദർഭത്തിൽ 2 സഹാബികളുടെ തോളിൽ എഴിഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നത്. അവിടെയൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായിരുന്നു. ഒരു അവസരത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിറകോട്ട് മാറാൻ ശ്രമിക്കുമ്പോൾ പ്രവാചകനെ കണ്ടവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയായിരുന്നു, താങ്കൾ തന്നെ നിന്നുകൊള്ളുക. അങ്ങനെ പ്രവാചകൻ്റെ ജീവിതകാലത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്തായി നിൽക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ആരെ ഖലീഫയായി നിയമിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാളെന്ന് കൃത്യമായി പറഞ്ഞില്ല, പക്ഷേ ഇമാമത്ത് നിൽക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് ഇവരെ ചർച്ചയിൽ സഹാബികൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ, പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ചർച്ച ചെയ്യുമ്പോൾ ആരെ ഖലീഫയാക്കാൻ പറയുമ്പോൾ അബൂബക്കർ തന്നെ ഖലീഫയാക്കാം. കാരണം നമ്മൾ ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് ഇമാമത്തായി പ്രവാചകൻ നിശ്ചയിച്ചത് അബൂബക്കറിനല്ല. അതുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യത്തിലും ഖലീഫയാകുന്ന കാര്യത്തിലും അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് സഹാബികൾ പറയാനുള്ള കാരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. പ്രവാചകന്മാരും ദൂതന്മാരും അള്ളാഹിൻ്റെ ദൂതന്മാരൊഴികെ മറ്റെല്ലാവരുടെയും നേതാക്കന്മാരായിരിക്കും അബൂബക്കറും ഉമറും സ്വർഗ്ഗത്തിൽ മുതിർന്നവരായ ആളുകളുടെ നേതാക്കളാകുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തുർമുദിയും അതൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് അതുള്ളത്. ഒരിക്കലൊരു സ്ത്രീ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു എന്തോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു. അതിനുശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വീണ്ടും വരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, പ്രവാചകരെ ഞാൻ വരുമ്പോൾ അങ്ങില്ലെങ്കിലോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി, ഞാനില്ലെങ്കിൽ അബൂബക്കറിൻ്റെ അടുത്ത് വന്നുകൊള്ളുക എന്നാണ്. ഇതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ് പിന്നെയുള്ള ഭരണാധികാരി എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. പ്രവാചകൻ്റെ മരണസമയത്ത്, അതുപോലെ ഒരു സംഘം ആളുകളെ യുദ്ധത്തിന് അയക്കുന്ന സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും അത്ഭുതപ്പെട്ട് വാളൂരിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പ്രവാചകൻ മരിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ അഭിസംബോധന സംസാരിച്ചു. ഓ ജനങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുവെങ്കിൽ അറിയുക, മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു, മരണപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അറിയുക, അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവനൊരിക്കലും മരിക്കുകയില്ല. തുടർന്ന് അദ്ദേഹം ഖുർആനിലെ മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാകുന്നു, വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 144-ാമത്തെ വചനം മോദി ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ വചനമാണ്. പക്ഷെ ആ സമയം അത് സഹാബികൾ പറയാണ്, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പാരായണം ചെയ്ത സമയത്ത് ഇത് ഇപ്പോൾ ഇറങ്ങിയ ആയത്താണോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. ആര് സഹാബികൾക്ക്, ഖുർആൻ മനപ്പാടുള്ള സഹാബികൾക്ക് അതേ പറയുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത്, നമുക്കൊരു പരിചയമായ ഒരു
ഇതുമായി ബന്ധപ്പെട്ട് കൊറോണയുമായി ബന്ധപ്പെട്ട സമയത്ത് ഒരു പണ്ഡിതൻ പാരായണം ചെയ്യുകയും ആളുകളൊക്കെ അത് ഖുർആനിലുണ്ടോ, ഖുർആൻ എന്നോട് വരെ ചില ആളുകൾ ചോദിച്ചു, ഖുർആനിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എന്ത് വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഇതൊക്കെ നമ്മൾ മുമ്പ് കേട്ടതാണ്. ഭയം കൊണ്ടും പട്ടിണി കൊണ്ടൊക്കെ നിങ്ങളെ പരീക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭാഗം. പക്ഷേ നമ്മളപ്പോൾ അത്ഭുതത്തോട് ചോദിക്കും, ഖുർആനിൽ ഇങ്ങനെ ഉണ്ടോ ചില ആളുകൾ ചോദിക്കാൻ. അപ്പോൾ അതൊക്കെ ഖുർആൻ്റെ അത്ഭുതമാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ വേറൊരു ആയത്ത് അങ്ങനെ നമുക്ക് തോന്നിപ്പോവും, ചില ആളുകൾക്ക് തോന്നിപ്പോവും ഖുർആനിലുണ്ടോ. നിരന്തരം പാരായണം ചെയ്ത ആളുകളാണെങ്കിൽ പോലും ഖുർആൻ്റെ അത്ഭുതമാണത്, ഖുർആൻ്റെ ദൈവികതയാണത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു, ഉറക്കെ അവരോട് സംസാരിച്ചു. അപ്പോൾ എല്ലാവരും ശാന്തരായി. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒസാമ ബിൻ സെയ്ദ്, നമുക്കറിയാം ഒസാമ ചെറുപ്പക്കാരനായിരുന്നു, ചെറിയ സഹാബിയാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തെ യാത്ര അയക്കുമ്പോൾ റോമക്കെതിരെ ഒസാമ അയക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ആദ്യത്തെ ഒരു നടപടി. അപ്പോൾ ചില ആളുകൾ സഹാബികളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒസാമ റളിയല്ലാഹു അൻഹു സൈന്യാധിപൻ ഒസാമ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മണ്ണിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. മണ്ണിലൂടെ നടന്നുകൊണ്ട് ഉപദേശം നൽകുകയാണ്. അദ്ദേഹം കിയാൻ ഇറങ്ങുമ്പോൾ ഒസാമ ബിൻ സെയ്ദിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെ തന്നെ ഇരിക്കുക, നിങ്ങൾ ഇറങ്ങേണ്ടതില്ല. എന്നിട്ട് ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൂടെ നടക്കുക. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മണ്ണിലൂടെ കാൽനടയെ അദ്ദേഹത്തോടൊപ്പം നടന്നുകൊണ്ട് പറഞ്ഞു, ഒസാമ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു. തുടർന്ന് സൈന്യത്തെ അഭിസംബോധന ചെയ്യുന്നതാണ് അദ്ദേഹം നൽകിയ ശക്തമായ പ്രഭാഷണം കൂടിയാണ് ഇത്, ശക്തമായ വാക്കാണ്. യുദ്ധത്തിൽ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര അത്ഭുതം തോന്നിപ്പോകും. പണ്ട് കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അതേ ഉപദേശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബിക്ക് നൽകിയാണ്, യുദ്ധത്തിലൊക്കെ പാലിക്കേണ്ട നീതിയും ന്യായവും ഒക്കെ. അവിടെ അദ്ദേഹം പറഞ്ഞു, ഓ സൈനികരെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾ വഞ്ചന കാണിക്കരുത്. പട്ടാളക്കാരോട് പറഞ്ഞു, നിങ്ങൾ വഞ്ചന കാണിക്കരുത്, യുദ്ധം മുതൽ മോഷ്ടിക്കരുത്, കരാറുകൾ ലംഘിക്കരുത്, മരിച്ചുപോയവരുടെ ശരീരഭാഗങ്ങൾ വികൃതമാക്കരുത്, കുട്ടികളെയോ സ്ത്രീകളെയോ പ്രായമായ വൃദ്ധരെയോ നിങ്ങൾ കൊല്ലരുത്, ഫലവൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ തീയിടുകയോ ചെയ്യരുത്, ആടുകളെയോ ഒട്ടകങ്ങളെയോ ഭക്ഷണത്തിനല്ലാതെ അറുക്കരുത്, അതായത് ജീവികളെ ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ അറുക്കരുത്, വഴിയിൽ ദൈവസ്മരണയിൽ കൂടാരങ്ങളിൽ കഴിയുന്ന പുരോഹിതന്മാരെ, മറ്റു മതസ്ഥരെ, അങ്ങനെ പുരോഹിതന്മാരുണ്ടായിരുന്നു പണ്ട് കാലത്ത്. കൂടാരങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ കൂടി പോലെ ഉണ്ടാക്കുക, കുടിൽ പോലെ ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ അള്ളാഹിനെ മാത്രം ആരാധിച്ചുകൊണ്ട് കഴിയുക. പണ്ടുണ്ടായിരുന്നു ഇതര ജൂത ക്രൈസ്തവ പണ്ട് വിഭാഗത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ വധിച്ച് കളയരുത്, അവരൊന്നും ചെയ്യരുത്, അവരെ വിട്ടേക്കുക. അങ്ങനെയുള്ളവരെ നിങ്ങൾ കാണും, അവരുടെ വഴിക്ക് വിട്ടേക്കുക, അവരെ ഉപദ്രവിക്കരുത്. ഒരു ഖലീഫ പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഉപദേശം ഇതൊക്കെ ചിന്തിച്ചു നോക്കുക സഹോദരങ്ങൾ. എന്നിട്ടാണ് പറയുന്നത് മുസ്ലിങ്ങൾ ആളുകളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു, ഖുർആനിൽ കൊല്ലാനുണ്ടാക്കുന്ന ശത്രുക്കൾ പറയുമ്പോൾ ചിന്തിച്ചു നോക്കുക. ഇത്രമാത്രം ഇസ്ലാം കാരുണ്യയുടെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും മതമാണ് ഇസ്ലാമെന്ന് യുദ്ധത്തിൽ പോലും പറയുന്ന നിയമമാണിത് പറഞ്ഞു. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഖലീഫയായ ശേഷമുള്ള അതിശക്തമായ പ്രഭാഷണമുണ്ട്. നിരവധി കുത്തുബകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഖലീഫയായ ശേഷം അദ്ദേഹം പ്രസംഗിച്ചൊരു ഭാഗം അതുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഓ ജനങ്ങളെ, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടൊന്നുമല്ല എന്നെ നിങ്ങൾ ഭരണാധികാരിയായി വലിയ ആളായി നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ നല്ല രീതിയിലാണ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കുക. ഞാൻ തെറ്റായ വഴിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക. സത്യസന്ധത എന്ന വലിയൊരു അമാനത്താണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആകുന്നു. അസത്യമെന്നത് വലിയൊരു വഞ്ചനയാകുന്നു. വിശ്വസ്തത എന്നൊരു അമാനത്താണ്. അസത്യമെന്നത് വലിയൊരു വഞ്ചനയുമാകുന്നു. ഇൻഷാ അല്ലാഹ്, നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ദുർബലനായ മനുഷ്യൻ അവൻ്റെ അവകാശം, അതായത് നിങ്ങളിൽ ഏതെങ്കിലും പീഡിപ്പിക്കുന്ന ദുർബലനായ മനുഷ്യൻ വന്നാൽ അവൻ്റെ അവകാശം ഞാൻ അവന് സാധിച്ചു കൊടുക്കും, അവന് ഞാൻ വാങ്ങി നൽകും. എന്നാൽ നിങ്ങളിലെ ശക്തനായ അക്രമി, അവനിൽ നിന്ന് ഞാൻ അവകാശം പിടിച്ചെടുക്കുന്നത് വരെ എൻ്റെ അടുക്കൽ ദുർബലനുമാണ്. ഇത്ര അർത്ഥവത്തായ വാക്കുകളാണ് ഒരു ഭരണാധികാരി പറയേണ്ട ഏറ്റവും നല്ല വാക്കുകളാണ്. ഞാൻ അള്ളാഹുവേയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കുക. അള്ളാഹുവേയും പ്രവാചകനെയും ധിക്കരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല. അതാണ്, അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ നേതാവാണെങ്കിൽ പോലും അവർക്ക് ശ്രേഷ്ഠതയും ബഹുമതിയും ആദരവും ഒക്കെ അവർ അർഹിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മദീനയിലെ അതിർത്തിയിൽ ഒരു അന്ധയായ സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ ഞാൻ ആ ഭാഗം പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പോയി നോക്കിയ സമയത്ത് അവിടെയൊക്കെ വൃത്തിയായിട്ടുണ്ട്, എല്ലാം റെഡിയുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒളിച്ചൊന്ന് നോക്കി, ആരാണിത് വന്നിട്ട് ഇത് വൃത്തിയാക്കുന്നത്, ഈ സ്ത്രീയെ ഇങ്ങനെ പരിചരിക്കുന്ന, ഭക്ഷണമൊക്കെ നൽകുന്നത്. അപ്പോൾ 2 ദിവസവും നോക്കിയിട്ട് കണ്ടില്ല. ഒരു ദിവസം നേരത്തെ വന്നിട്ട് അവിടെ കാവലിരുന്നു രാത്രി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കടന്നു വന്നത്. അപ്പോൾ അതാണ് പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ പരിചരിക്കുന്നതായി നമ്മൾ കാണുന്നു. അന്ധയായ സ്ത്രീയെ അവർ വന്ന് പരിചരിക്കുക.
അതേപോലെ ഒരിക്കൽ ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ശ്രേഷ്ഠതകൾ പറയാൻ തുടങ്ങി, സഹാബികളുടെ ശ്രേഷ്ഠത. അപ്പോൾ ഉമർ ബിൻ റളിയല്ലാഹുവിൻ്റെ ശ്രേഷ്ഠതയും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരുപാട് രാജ്യങ്ങൾ കീഴടങ്ങിയിട്ടുണ്ട്. റോമും പേർഷ്യയും ഒക്കെ ഇസ്ലാമിൻ്റെ അധീനത്തിൽ വന്നത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി ഉമർ റളിയല്ലാഹു ശ്രേഷ്ഠനാണ് എന്ന രീതിയിൽ അബൂബക്കറിനേക്കാൾ. അപ്പോൾ ഉമർ റളിയല്ലാഹു കേട്ടു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാവം മാറി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വെക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത നിങ്ങൾക്കറിയുമോ? അദ്ദേഹത്തിൻ്റെ ഒറ്റ ദിവസത്തെ പകലിൻ്റെ ശ്രേഷ്ഠത, ഒരു രാത്രിയുടെ ശ്രേഷ്ഠത, അത് ഉമറിൻ്റെ കുടുംബവും ചെയ്തതിനേക്കാൾ ഉത്തമമാണ്. ഒരു പകലിൻ്റെ കാര്യമാണെങ്കിലും രാത്രിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. അതായത് ഉമർ റളിയല്ലാഹുവിൻ്റെ കുടുംബവും ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമാണ്. എന്താണ് അത് ഉദ്ദേശം? അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുന്നു. അതായത് ഈ യാത്രയുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹുവിനും യാത്ര പോകവേ, മദീനയിലേക്ക് യാത്ര പോകവേ, ആ യാത്രയുടെ സന്തോഷം ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പോകാനിരുന്നിരുന്നു അബൂബക്കർ റളിയല്ലാഹുവിന്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നമുക്ക് അള്ളാഹു എനിക്കും ഇത് നൽകിയിട്ടില്ല, എനിക്കും നൽകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, യാത്ര പോകാണ്ട് ഇത്. അപ്പോൾ വഹി നൽകിയിട്ടില്ല. അങ്ങനെ അവസാനം പ്രവാചകന് വഹി കിട്ടി. പ്രവാചകൻ്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോയി. ആ യാത്രയിൽ ഉടനീളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഒരിക്കൽ മുമ്പിൽ നടക്കും, ഒരിക്കൽ ബാക്കിൽ നടക്കും, ഒരിക്കൽ സൈഡിൽ നടക്കും, ഒരിക്കൽ വലതു ഭാഗത്ത്, ഒരിക്കൽ അടുത്ത ഭാഗത്ത്, ഇങ്ങനെ മാറി മാറി നടക്കും അസ്വസ്ഥനായിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്പീഡിൽ നടക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ അബൂബക്കറെ താങ്കൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, പ്രവാചകരെ, എങ്ങാനും അവർ വലതു ഭാഗത്ത് നിന്ന് ആക്രമിക്കുമോ അടുത്ത ഭാഗത്ത് നിന്ന് ആക്രമിക്കുമോ ഞാൻ ഭയക്കുന്നു. മുമ്പ് ഭാഗത്ത് നിന്ന് അമ്പുകളോ എന്തെങ്കിലും ആക്രമണങ്ങളോ വരുന്നെങ്കിൽ എനിക്കാദ്യം കൊള്ളട്ടെ എന്ന് പറഞ്ഞു വിചാരിച്ചു കൊണ്ടാണ് ഞാൻ മുമ്പിലൂടെ നടക്കുന്നത്. പിന്നിലൂടെ അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ പിറകിലൂടെ ഞാൻ നടക്കുന്നു. അതുപോലെ സഹൂർ ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ അങ്ങ് നിൽക്കുക, ഞാൻ പോയി വല്ല ജീവികളുമുണ്ടോ, വല്ല അപകടമുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ, അഥവാ വല്ല ജീവികളും കുത്തുന്നെങ്കിൽ എന്നെ ആദ്യം കുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആ സഹൂർ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ആ ശ്രേഷ്ഠത അത്രമാത്രം. ആ യാത്ര തന്നെ നമ്മൾ ഒരുപാട് വിശദീകരിക്കേണ്ടത്. ആ യാത്രയിലാണ് ഒരു വനിതയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ആടുണ്ടായിരുന്നു. ആ ആട് കറവ് പറ്റിയ ആടായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വിസ്മരിക്കുകയും അതിൻ്റെ അകിടിൽ തടവുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് പാല് നിറയുകയും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിക്കുകയും ചെയ്ത സന്ദർഭങ്ങളെല്ലാം ആ യാത്രയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട് എത്രയോ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹുവിനൊക്കെ അദ്ദേഹമാണ് മോചിപ്പിച്ചു കൊണ്ടത്. വലിയ മോചന ദ്രവ്യം നൽകിക്കൊണ്ടാണ് ഒരുപാട് ആളുകളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇതിന് വേണ്ടി മോചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതയിൽപ്പെട്ട ശ്രേഷ്ഠതയാണതും. അതേപോലെ ആദ്യകാലത്ത് മക്കയിൽ ഇവർക്ക് വിശ്വാസികളൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഈ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു. യാത്ര പോകവേ ഇത്യോപ്യയിലേക്ക് യാത്ര പോകാൻ വേണ്ടി ഉദ്ദേശിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എല്ലാം ഒരുങ്ങിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇത് വഴിമധ്യേ കണ്ടു. ഇബ്നു ദഗിന എന്ന ഒരു വ്യക്തി കണ്ടു. അദ്ദേഹം എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞ ഭാഗമാണ് വളരെ മനോഹരം. അദ്ദേഹം പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹുവിനെ പിടിച്ചു മടക്കി കൊണ്ടുവരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിൻ്റെ ശ്രേഷ്ഠത അദ്ദേഹം പറയുകയാണ്, അബൂബക്കറെ, അങ്ങയെപ്പോലുള്ള ഒരു മനുഷ്യൻ മക്കയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അങ്ങേ ആരും പുറത്താക്കാനും പാടില്ല. കാരണം അങ്ങ് ഇല്ലാത്തവർക്ക് സഹായിക്കുന്നു, കുടുംബബന്ധം ചേർക്കുന്നു, പാവപ്പെട്ടവരുടെ ഭാരം ചുമക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ജനങ്ങളെ സഹായിക്കുന്നു. അങ്ങേക്ക് ഞാൻ അഭയം നൽകുന്നു. അങ്ങ് മക്കയിലേക്ക് തന്നെ തിരിച്ചു നടക്കൂ. ഇതേപോലൊരു ഭാഗം നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഈ മനുഷ്യൻ പറഞ്ഞല്ലോ, ശത്രുവായ മനുഷ്യൻ, ഖദീജ ബിബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവാചകരെ. അത് ഇറാ ഗുഹയിൽ നിന്ന് ഓടി പ്രവാചകൻ തമ്മിലൂനി ഖദീജ എന്ന് പറഞ്ഞ് പൊതുപ്പെട്ട് മൂടുമെന്ന് പറഞ്ഞ് ഓടി വന്നില്ലേ. ആ സമയത്ത് പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖദീജ ബി പറഞ്ഞ് ഇതിന് സമാനമായ വാക്കുകളാണ് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ശ്രേഷ്ഠതയാണ് ഇതൊക്കെ. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇമാമത്ത് നിൽക്കണമെന്ന് പറഞ്ഞ സമയത്ത് ആയിഷ ബിബി അടക്കം പറയുകയുണ്ടായത്, പ്രവാചകരെ അദ്ദേഹത്തെ ഏൽപ്പിക്കണോ? അത് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റെന്തെങ്കിലും ഭൗതികമായി അധികാരം കിട്ടുന്നതുകൊണ്ടോ അല്ല, മറ്റെന്തെങ്കിലുമല്ല, അല്ലെങ്കിൽ മോശം ആളായതുകൊണ്ടൊന്നുമല്ല, മറിച്ച് അദ്ദേഹത്തിന് ഇമാമത്ത് നിന്നാൽ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പാരായണം ചെയ്യും. എപ്പോഴും ഒരു കരച്ചിലും വിങ്ങലും ഉണ്ടാകും അദ്ദേഹത്തിന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. കാരണം ഖുർആൻ ആയത്തിൽ സ്വാധീനിക്കുമ്പോൾ, ഖുർആൻ്റെ അർത്ഥതലങ്ങളിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ പോലും കരഞ്ഞു പോകും.
അപ്പോൾ ഈ സഹാബികളുടെ ചരിത്രം കഥ എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് അങ്ങനെ അവിടെ നിർത്തണ്ട. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പറഞ്ഞു, യൂസുഫ് നബിൻ്റെ കഥയിലെ ആ സ്ത്രീകളുടെ അവസ്ഥയാണ് നിങ്ങളുടെ കാര്യം, നിങ്ങൾ ഇല്ലാത്തത് ചിന്തിച്ചു കൂട്ടുന്നു. കാരണം ആയിഷ ഇല്ലാത്തത് ചിന്തിക്കാൻ. അതേപോലെ എൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ അബൂബക്കറിനെ സമ്മതിക്കുകയില്ല ഇമാമത്ത് നിൽക്കാൻ എന്ന് പറയുന്നുണ്ട്. അതായത് പ്രവാചകൻ്റെ ശേഷം അബൂബക്കർ തന്നെയാണ് എന്നതിൻ്റെ ശക്തമായ ഒരു ഇതും കൂടിയാണ് ഇതൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത്. അതങ്ങനെ അതേപോലെ ഇങ്ങനെ തിരിച്ചു വന്ന് ഈ ശത്രുവായ മനുഷ്യൻ തിരിച്ചു പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തിരിച്ചു പോകുന്ന സമയത്ത് പോലും അബൂബക്കർ റളിയല്ലാഹു അവിടെ ഒരു ഇത് പുറത്ത് കെട്ടി അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറക്കം ഓതുമ്പോൾ ആളുകളൊക്കെ അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നത് അത് കേട്ടിട്ട് ആളുകൾ മുസ്ലിമായി പോകുമ്പോൾ എന്ന് ശത്രുക്കൾ ഭയന്നിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ തടഞ്ഞത്, ഇങ്ങനെ ഓതാൻ പാടില്ല, ഇങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നിങ്ങളുടെ ഇതെനിക്ക് വേണ്ട, നിങ്ങളുടെ സംരക്ഷണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ സംരക്ഷണം തന്നെ എനിക്ക് സംരക്ഷകനായ അള്ളാഹു തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഓതാൻ സാധിക്കാത്തതുകൊണ്ട് പുറത്ത് നിസ്കരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം ആ സംരക്ഷണം തന്നെ വിലക്കുന്നുണ്ട്, വേണ്ടെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ ശത്രുക്കളിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയെല്ലാം ഒരു സാധുവായ മനുഷ്യനായിട്ടാണ് ആദ്യം കാണുന്നതെങ്കിലും അദ്ദേഹം നമുക്ക് നോക്കാം, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആളുകളൊക്കെ മോചിപ്പിക്കുക, അടിമകളെ. അതുപോലെ അപ്പുറമുള്ള വീട്ടിലെ കുട്ടികൾക്ക് പോലും പാല് കറന്നു കൊടുക്കുക, ആടുകൾ. അതുകൊണ്ടാണ് ഭരണാധികാരി ആയ സമയത്ത് ചില സ്ത്രീകൾ പറഞ്ഞു, ഇനി നമുക്ക് ഇങ്ങനെ കിട്ടില്ലല്ലോ, അബൂബക്കറിനെ കിട്ടില്ലല്ലോ, കാരണം ഭരണാധികാരിയല്ലേ പാല് കറക്കാൻ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനത് ചെയ്യും, ഭരണാധികാരിയാണെങ്കിൽ ഞാനത് ചെയ്യുന്നു പറഞ്ഞു. അതിങ്ങനെയുള്ള സാധു മനുഷ്യരെ നമ്മൾ കാണുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ ശക്തമായതാകുന്നു. ഇപ്പോൾ സക്കാത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക്, ഒരു ആടിൻ്റെ കയറാണ് നൽകാനുള്ളതെങ്കിൽ പോലും, ബൈത്തുമാലിലേക്ക് നൽകാനുള്ളതാണെങ്കിൽ പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്നു. അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു പോലും പോയിട്ട് വന്നിട്ട് പറഞ്ഞു, അത്ര കർശനമായി നിങ്ങൾ സക്കാത്തിൻ്റെ കാലത്ത് കർശനമായി നമ്മുടെ മുസ്ലിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്, കുറച്ച് ലോലമാക്കി പറഞ്ഞൂടെ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും കാര്യത്തിൽ വേർതിരിവ് കാണിക്കുന്നതോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ. അതേപോലെ ഒസാമയുടെ സൈന്യത്തെ അയക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ഇവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ശത്രുക്കൾ തലപൊക്കി, കുറച്ച് ആളുകൾ മുർത്തദ്ദായിട്ട് പോയി, കുറച്ച് ആളുകൾ കപടവിശ്വാസി, അങ്ങനെ പല രീതിയിൽ പല ആളുകൾ കള്ളപ്രവാചകന്മാർ വരാൻ തുടങ്ങി, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. പക്ഷേ ആ സമയത്തൊക്കെ അബൂബക്കർ സിദ്ദീഖ് എടുത്ത തീരുമാനം ഭയങ്കര ശക്തവും കൃത്യവുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശക്തമായി ഭരിച്ചു, രാജ്യം ഭരിച്ചു, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഒരു കയറ് നിങ്ങൾ ചിന്തിക്കുക, കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന കയറ്, അത് ആകെ പിരിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സമയത്ത് ആകെ പിരിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഭരണം ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത സമയത്ത് ആ കയറിനെ ഒന്നും കൂടി കെട്ടി ഒന്ന് റെഡിയാക്കി ഉഷാറാക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്പം വെള്ളം കോരി. അങ്ങനെ അതിൻ്റെ ബാക്കി എന്നോണം അത് ആ കയർ അടിപൊളി ആക്കിയത് കൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് പൂർണ്ണമായി ഒരുപാട് വെള്ളം കോരുകയും ഒരുപാട് ജനങ്ങളുടെ ഒക്കെ ഉപകാരം, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടങ്ങളൊക്കെ നമുക്കറിയാം, മുസ്ലിങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ശക്തമായ ആദ്യകാലത്തെ ഭരണവും അദ്ദേഹം എടുത്ത ശക്തമായ തീരുമാനങ്ങളുടെ ഒക്കെ അനന്തരഫലമായിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഖുർആൻ്റെ ക്രോഡീകരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലത്തിൻ്റെ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ പോയിട്ട് പറഞ്ഞു, യുദ്ധത്തിൽ ഒരുപാട് ആഫില്യങ്ങളായ ആളുകൾ മരണപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് ഷഹീദായി. ആ സമയത്ത് പിന്നെ അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഖുർആൻ്റെ ക്രോഡീകരണം ഇങ്ങനെ ആവശ്യമായി വരുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഖുർആൻ്റെ ക്രോഡീകരണം നടന്നത്. മുസ്ലിമത്തുൽ കസാബിനെ പോലുള്ള കള്ളപ്രവാചകന്മാർ മുസ്ലിമത്തുൽ കസാബ്, തുഹൈലത്ത്, തുലൈഹത്ത്, സജ്ജാഗ്, അസ്വദുൽ അൻസി നമുക്കറിയാം, വലിയൊരു യുദ്ധത്തിനൊക്കെ വന്നത്, സൈന്യത്തെ അടിച്ചമർത്തി, ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർ തലപൊക്കി അവരൊക്കെ നേരിട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു സക്കാത്ത് നിഷേധികളെ നേരിട്ട് കൃത്യമായി, അങ്ങനെയൊക്കെ ശക്തമായ ആദ്യകാലത്ത് ആ മുളയിലേ നുള്ളാന്ന് പറഞ്ഞില്ല, അതുപോലെ ശക്തമായ തീരുമാനങ്ങളും പ്രവർത്തികളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതിൻ്റെ അനന്തരഫലം നമ്മൾ ഇന്നും ആസ്വദിക്കുകയാണ്. അതിൻ്റെ ഫലങ്ങൾ അങ്ങനെ ശക്തമായി ഇതാക്കിയിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്കായി അദ്ദേഹം മദീനയിൽ ശക്തമായ ഒരു പൊതുഖജനാവ് ബൈത്തുൽ മാൽ സ്ഥാപിച്ചു. സക്കാത്ത് കൃത്യമായി പിരിച്ചെടുത്ത് അത് വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യുന്ന ജാതിമത ഭേദമന്യേ ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും ഇതിൽ നിന്ന് ആനുകൂല്യങ്ങൾ നൽകി. അതായത് രാജ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ, രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് ആനുകൂല്യം നൽകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. ഇന്നും നമുക്കറിയാം, നമ്മളെ ഈ ഗൾഫ് രാജ്യത്തൊക്കെ ജനിച്ചു വന്ന കുട്ടിക്ക് പോലും പൈസ കിട്ടുന്നുണ്ട്. നമ്മൾ പറയാണ്, കുറേ കുട്ടികളെ കാണുമ്പോൾ നമ്മളിങ്ങനെ പറയും, ഓൻ്റെ ഭാഗ്യം തന്നെപ്പാ,
കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ അവൻ്റെ ഭാഗ്യം തന്നെപ്പാ. ഓരോ കുട്ടിക്കനുസരിച്ച് പൈസ കിട്ടുമല്ലോ ഗവൺമെൻറ് തലത്തിൽ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹം സൈന്യത്തെ അയച്ചിരുന്നത്. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു നമുക്കറിയാം 100ഓളം യുദ്ധങ്ങൾ ചെയ്യുകയും ആ യുദ്ധത്തിലൊക്കെ വിജയിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. പിന്നീട് ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണം വരുമ്പോഴേക്കും ഖാലിദ് റളിയല്ലാഹുവിനെ മാറ്റി മറ്റൊരാളാക്കുന്നുണ്ട്. നിങ്ങൾ നോക്കണം. അപ്പോൾ അവിടെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ്. കാരണം സൈഫുള്ളാണ് അറിയപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അള്ളാൻ്റെ വാൾ. അപ്പോൾ ഇവിടെ ചില ആളുകൾക്ക് എന്തുകൊണ്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എടുത്ത ഈ ശക്തമായ തീരുമാനം, അതുപോലെ ഒരുപാട് വിജയങ്ങൾ 100ഓളം യുദ്ധങ്ങൾ വിജയിച്ച ഒരു മനുഷ്യനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വന്നപാടെ മാറ്റി, ഭരണത്തിൽ നിന്ന് വന്നപാടെ മാറ്റി മറ്റൊരു സഹാബിയാക്കി. അദ്ദേഹം മുൻഗണന നൽകിയത് ഖുർആൻ പഠിച്ച ആലിമീങ്ങൾ ആ അർത്ഥത്തിലായിരുന്നു. ഏറ്റവും കൂടുതൽ ഹാഫിലിങ്ങളായാണോ മറ്റേ രീതിയിൽ അങ്ങനെയുള്ള രീതിയിലാണ് ഉമർ റളിയല്ലാഹു ചിന്തിച്ചു പോയിരുന്നത്. അതുപോലെ ചില ആളുകൾക്കൊരു അന്ധവിശ്വാസം ഉണ്ടാകും, ഇദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ജയിക്കുന്നത് എന്ന ചിന്ത. അതുപോലെ മറ്റൊരാൾ നേതാവാക്കിയിരുന്നെങ്കിൽ പോലും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു സംസാരിക്കുകയും ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം ഒരുപാട്, എന്നിട്ട് പോലും അദ്ദേഹത്തിന് പോലും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഇസ്ലാമിക ചരിത്രത്തിൽ. ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ പോലും അവർ ഈ സ്ഥാനത്തിനെ വലിയൊരു സ്ഥാനമായി കണ്ടിരുന്നില്ല. അവർ നമുക്ക് അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കുന്നതിൽ, അത് നമ്മുടെ നേതാക്കന്മാരെ അനുസരിക്കുന്നതിലുള്ള ഒരു ഇത് മാത്രമേ അത് കണ്ടിരുന്നുള്ളൂ എന്ന ഏറ്റവും വലിയ തെളിവാണ് ഖാലിദ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ വിശദീകരിക്കാം. അതെ, റോമക്കാർക്കെതിരെ യുദ്ധത്തിനായി ഒസാമ ബിൻ സുസൈദിനെ നേതൃത്വത്തിൽ സൈന്യത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അയക്കുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടവാടാ ഈ സംഭവം. ആളുകളൊക്കെ ഇങ്ങനെ കുറ്റുനോക്കുകയാണ്, ഇവിടെ തന്നെ പ്രശ്നങ്ങൾ പൊങ്ങുകയാണ്, കള്ളപ്രവാചകൻ വരികയാണ്, കുറേ ആളുകൾ പുറത്തു പോവുകയാണ്. അതൊക്കെ ചെയ്യുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ കുറേ ആളുകൾ സാഹിബുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഈ സമയത്ത് നമ്മൾ അയക്കേണ്ടതില്ല ഒരു സൈന്യത്തെ, കാരണം നമ്മൾ തന്നെ ഇപ്പോൾ ഇവിടെ ആവശ്യമാണ് ആളുകളൊക്കെ, നമ്മൾ തന്നെ ഇപ്പോൾ പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അപ്പോൾ ശക്തമായി അദ്ദേഹം പറഞ്ഞു, ഇല്ല, അള്ളാഹുവിൻ്റെ നമ്മൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ചെന്നായ കടിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടാൽ പോലും, എന്നാൽ പോലും ഞാൻ അവരെ അയക്കുക തന്നെ ചെയ്യുന്നു. ശക്തമായ തീരുമാനത്തെ അവരയച്ചു. അത് അയക്കലോട് കൂടിയുള്ള വിജയം, അവർ വിജയിച്ച് പിന്നീട് വരുന്നുണ്ട്. അതുപോലെ ശത്രുക്കൾക്ക് ഭയന്നുപോയി, പുറത്തു പോകുന്ന ആളുകൾക്ക് തിരിച്ചു വന്നു കുറേ ആളുകൾ. കാരണം അവർക്ക് ഉറപ്പായി പ്രവാചകൻ്റെ കാലശേഷവും നമുക്ക് ഇങ്ങനെ ആയാൽ പറ്റില്ല, ശക്തമായ ആളാണ് ഇപ്പോൾ ഉള്ളതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഈ ഒരു സൈന്യത്തെ അയക്കൽ കൊണ്ട് മാത്രം വലിയ വിജയങ്ങൾ, വലിയൊരു ഗുണങ്ങൾ മുസ്ലിം ഉമ്മത്തിന് തന്നെ ഉണ്ടായി. അദ്ദേഹത്തിന് അതുപോലെ ശക്തമായ തീരുമാനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇവരുടെയൊക്കെ ജീവിതം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കാലത്ത് പിൽക്കാലത്ത് ഒരവസരത്തിൽ ഓലമടലിൽ കടന്നുകൊണ്ട് അടയാളം വരുന്നുണ്ട്. അഫ്സ റളിയല്ലാഹു പറയുന്നുണ്ട്, അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാവായിട്ടുണ്ട്, എൻ്റെ ഇങ്ങനെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ ജീവിച്ചൂടെ എന്ന് അഫ്സ റളിയല്ലാഹു പോയി ചോദിക്കുന്നുണ്ട് ഉമർ റളിയല്ലാഹുവിനോട്. മകളാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അങ്ങോട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അഫ്സ നിനക്കറിയില്ലേ, പ്രവാചകൻ്റെ ഭാര്യയെ ജീവിച്ച ആളല്ലേ നിങ്ങൾ, അപ്പോൾ പ്രവാചകൻ എങ്ങനെയാണ് വിട്ടേച്ച് പോയത് നമ്മളെ, അതേപോലെ അബൂബക്കർ സിദ്ദീഖ് എങ്ങനെയാണ് വിട്ടേച്ച് പോയത്, അവർ രണ്ടുപേരും എങ്ങനെയാണ് ജീവിച്ച് മരിച്ചതെന്ന് നിനക്കറിയില്ലേ, എന്നിട്ടാണോ നീയാണോ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അഫ്സയോട് പറയുന്നുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഇത്ര വലിയ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ടും ഒരുപാട് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ട് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വലിയ ലാളിത്യത്തോടെ ജീവിച്ച വ്യക്തിത്വമായിരുന്നു ഇവരുടെയൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കാണാം, ആ പ്രവാചകനിൽ നിന്നാണ് ഉമർ റളിയല്ലാഹുവും അബൂബക്കർ റളിയല്ലാഹുവൊക്കെ ഇത് പഠിച്ചത്. അപ്പോൾ അതേപോലെ ഒരവസരത്തിൽ ഉമർ റളിയല്ലാഹുവിനെ പോയിട്ട് കണ്ടിട്ട് കരയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ച കണ്ട് പ്രവാചകർ പേർഷ്യയുടെയും റോമയുടെയും ചക്രവർത്തിമാർ സ്വർണ്ണപാത്രത്തിൽ കഴിക്കുമ്പോഴും നല്ല പട്ടുമെത്തയിൽ കടന്നുറങ്ങുമ്പോഴും ലോകത്തിൻ്റെ നേതാവായി നിശ്ചയിച്ച അങ്ങ് ഇങ്ങനെയാണോ കടന്നുറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് ഉമർ റളിയല്ലാഹു. പ്രവാചകൻ പറഞ്ഞു, ഉമറെ, അവർക്ക് ഈ ലോകം മാത്രമാണുള്ളത്, നമുക്ക് പരലോകം പ്രതീക്ഷിക്കുന്നവർ നമ്മൾ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകം നമുക്ക് ധാരാളമായി നൽകും എന്ന രീതിയിൽ പ്രവാചകൻ ഉമർ റളിയല്ലാഹുവിനെ സമാധാനിപ്പിക്കുന്നു. അതേ അവസ്ഥയിൽ പിന്നീട് ഉമർ റളിയല്ലാഹു മരിച്ചു പോയത്. അതേപോലെ ഇവരൊക്കെ എത്ര വലിയ രാജ്യം ഭരിക്കുമ്പോഴും വളരെ നല്ല രീതിയിൽ സാവധാനത്തോടെ ചെറിയ ഇളമയോടെ ജീവിച്ച വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ കാണുന്നു. ഇവരൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന ധാരാളം ഗുണങ്ങളുണ്ട്. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ധാരാളമായി കരയുക, നിങ്ങളെ സ്വാധീനിക്കുന്ന ആയത്തുകൾ നിരന്തരമായി പാരായണം ചെയ്യുക, അതിൻ്റെ അർത്ഥം ചിന്തിക്കുക, ആയത്തിൽ ചിന്തിക്കുക, എന്നിട്ട് നമ്മൾ കരയുക, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ ആത്മാർത്ഥമായി ഈ ദീനിൽ അടിയുറച്ച് നിൽക്കുക, ഒരിക്കലും നമ്മൾ തെറ്റിപ്പോകരുത്, അടിയുറച്ച് നിൽക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇതൊക്കെ ഈ ചരിത്രമൊക്കെ നമുക്ക് നൽകുന്ന വലിയ പാഠമാണിത്. എത്ര പ്രതിസന്ധി, ഇപ്പോൾ നോക്ക്, ഈ രാജ്യത്ത് നിന്ന് അട്ടിയോടിക്കപ്പെട്ടവർ, ഈ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നവർ, ഇതിന് ആദർശം സ്വീകരിച്ചതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചവർ അല്ലെ, എത്ര ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, അങ്ങനെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെ നാട് വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർ ആദർശത്തെ ഉറച്ചു നിന്നു, അവസാനം ഭരണാധികാരിയായിട്ട് മരിച്ചു. പ്രവാചകൻ്റെ ചരിത്രം നോക്കൂ, ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നോക്കൂ. അതുപോലെ നിരവധി സഹാബികളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദീനിൽ അടി ഉറച്ചു നിന്നാൽ എല്ലാ സൗഭാഗ്യങ്ങളും, എല്ലാ അന്തസ്സും, എല്ലാ ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും.
നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാഫാക്കി നൽകുമാറാകട്ടെ. ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാഫാക്കട്ടെ. നമ്മുടെ പാവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് നൽകുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واخر دعوانا الحمد لله رب العالمين. السلام عليكم.